നീളുന്ന വാഗ്ദാനമോ എന്നാണ് ചോദ്യം. അരുൺ സാറേ, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇന്നലെ വയനാട്ടിലുണ്ടായിരുന്നു. ഞാൻ ഈ ടൗൺഷിപ്പിൽ പോയിരുന്നു. എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്കെങ്കിലും മനസ്സിലായിക്കോട്ടെ എന്നെനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ നേരിട്ട് പോയി എന്താണ് കണ്ടത് ആ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട്. ഞാൻ പറയുന്നത് എന്താ പറയുക, ഇപ്പോൾ ഈ വയനാട് ആ ടൗൺഷിപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാരാണ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലായാൽ അത് ആ രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ പറയുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് സത്യം പറഞ്ഞാൽ. ഏപ്രിൽ 12-ാം തീയതി ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം ആ പണി തുടങ്ങിയതെന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഡിസംബർ മാസത്തേക്കാണ് അവർ എന്താണ് സ്ട്രക്ചറൽ വർക്കിലേക്ക് തുടങ്ങിയത്. എന്താണ് സംഭവിച്ചത്? 160 ഏക്കർ സ്ഥലമാണ്, 64.47 ഹെക്ടർ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏകദേശം 65 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. ഈ 65 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യേണ്ടത്. 1-2 അല്ല, ഒരു മലയടിവാരമാണ്. ഈ മലയടിവാരം കൽപ്പറ്റ ടൗണിനോട് ചേർന്നുള്ള സ്ഥലമാണ്. ഈ 65 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒരു കമ്പനി റോഡ് വെട്ടി പ്ലാൻ അതിൻ്റെ ലേഔട്ട് തിരിച്ച് അവിടെ കൺസ്ട്രക്ഷൻ നടത്തുക എന്നുള്ളതാണ്. ഇതിന് രണ്ടായിട്ട് കാണണം എന്നുള്ളതാണ്. വീട് കൊടുത്തതും ഈ കൺസ്ട്രക്ഷൻ രണ്ടായിട്ട് കാണണം എന്നുള്ളതാണ്. അപ്പം ഈ കൺസ്ട്രക്ഷനെ കുറിച്ച് മാത്രം ഞാൻ ഊരാളുകൾ കമ്പനി പോലെ ഇത്രയും പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഒരു കമ്പനി, ഇന്നേ വരെ ഒരു ചീത്തപ്പേര് കേൾക്കാത്ത ഒരു കമ്പനി, ഒരു കൺസ്ട്രക്ഷൻ്റെ പേരിൽ ഒരു ചീത്തപ്പേര് പോലും കമ്പനി വെറുതെ സമൂഹ മധ്യത്തിൽ 2 ക്രാക്കിൻ്റെ പേരിൽ അധിക്ഷേപം നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാനത് കാണുന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ സ്ഥലത്ത് പോയി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണ്, അവിടെ അവർ മെയിനായിട്ട് ചെയ്തത് അവരെ സിവിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. എത്ര എണ്ണം? 178 വീട്. ഫസ്റ്റ് ഫേസ് 5 ഫേസാണല്ലോ, 5 ഫേസ്. 4 ഫേസിലുള്ള മുഴുവൻ സിവിൽ വർക്കുകളും കംപ്ലീറ്റ് ആയി. ബാക്കി 5ാമത്തെ ഫേസിലാണ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സിവിൽ വർക്ക് മാത്രമാണ്. എന്താണ് ചെയ്യുന്നത് ഇവർ? ആഗ്രഹത്തിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസമാണ് ഇവർക്ക് കിട്ടിയത്. എപ്പോൾ തുടങ്ങിയിട്ട്? ഈ പറഞ്ഞ സ്ട്രെച്ചർ തുടങ്ങിയിട്ടാണ്. അടിയിൽ കോളം വാർത്ത് കയറി അതിന് മേലെ കോൺക്രീറ്റ് ഇട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള. അതിന് ചുറ്റും കട്ട കെട്ടി ജനൽ വാതിൽ ഫിറ്റ് ചെയ്ത് ഫ്ലോറിങ് ഇട്ട് ബാത്റൂം പണിത് എല്ലാം ചെയ്തിട്ട് കിട്ടാനുള്ള സമയം ഈ 4 മാസം എന്ന് പറയുന്നത്. 1-2 വീടല്ലേ, എത്രയാണ്? 450 വീടാണ് ഒരേ സമയത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. 178 ഇപ്പോൾ കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 410 വീടിനുള്ള കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. 2500 ലേബേഴ്സിനെയായിരുന്നു അവർ തുടക്കത്തിൽ അവിടെ ഡിപ്ലോയ് ചെയ്തത്. 2500 ലേബേഴ്സ്. മലയാളിയല്ല കേട്ടോ, ഒരു മലയാളിയല്ല അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, മുഴുവൻ അന്യസംസ്ഥാനക്കാരാണ്. അവർക്ക് ആ ആൾക്കാരെ എന്ത് ചെയ്ത് സംഭവിച്ചു? ഘട്ടഘട്ടമായി അവർ പുറത്തേക്ക് പോവുകയാണ്. ഏത് കൺസ്ട്രക്ഷൻ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കിട്ടാവുന്ന സബ് കോൺട്രാക്ടേഴ്സിനെയും കൂടെ കൂട്ടി. ഇത് തീരണമല്ലോ, കാരണം അവരെ 2500 പോരാഞ്ഞിട്ട് വയനാട്ടിലും കോഴിക്കോടുമുള്ള സബ് കോൺട്രാക്ടേഴ്സിനെയും കൂട്ടിയിട്ടാണ് ഈ വർക്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു 1,500 സ്റ്റാഫായി കുറഞ്ഞു. എന്തുകൊണ്ടാണ്? 2 കാര്യങ്ങളാണ്. ഒന്ന് SAR, രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ ബംഗാൾ ഇലക്ഷൻ. കാരണം കൂടുതൽ തൊഴിലാളിയും ബംഗാളികളാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഇലക്ഷനാണ്. അവർ തിരിച്ചു പോയി. ഈ ഊരാളുകൾ കമ്പനി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് തൊഴിലാളികൾക്ക് വരാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കാം എന്നിട്ട് പറഞ്ഞിട്ട് പോലും ഈ ഇലക്ഷൻ കഴിയാതെ അവർ കയറി വരുന്നില്ല. അതൊരു ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ വയനാടിൻ്റെ പ്രശ്നം എന്താ? റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കല്ലും മണലും സിമെൻറ്റ്, പിന്നെ എന്താണ് ഈ പറഞ്ഞ ഒരു പാറ ഐറ്റംസ്, അതാണല്ലോ നമ്മൾ ഈ പണിയാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറയുന്നത്. എംസാൻഡൊക്കെയാണല്ലോ. ഇതെല്ലാം വയനാട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനമല്ല. ഇത് എവിടെ നിന്ന് കൊണ്ടുവരണം? മുക്കത്തുനിന്ന് കൊണ്ടുവരണം. മുക്കത്താണ് ഊരാളുകളുടെ ക്രഷറുണ്ട്, അല്ലെങ്കിൽ അടിവാര കോഴിക്കോട് ജില്ലയിലാണ് ക്രഷർ. ഈ സാധനം മുഴുവൻ വരേണ്ട സ്ഥലം എന്ന് പറയുന്നത് താഴെ നിന്നാണ്. ഈ താഴെ നിന്ന് ഈ സാധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എന്താണ് സംവിധാനം? ഈ പറഞ്ഞ നമുക്കൊരു 500 ലോറി ഇടാൻ കഴിയത്തില്ലല്ലോ. പറ്റുമോ? പറ്റത്തില്ല. ഈ 160 ഏക്കർ സ്ഥലം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ 160 ഏക്കർ സ്ഥലവും ഈ പറഞ്ഞ 7 സെൻറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലോ മുറിച്ച് കൊടുക്കുന്നത്. ഇത് മുഴുവൻ കല്ല് കെട്ടണം, ഇതിന് മുഴുവൻ ഡ്രൈനേജ് പണിയണം, ഇത് മുഴുവൻ ടാർ ചെയ്യണം, ഇതിന് മുഴുവൻ ഇൻറ്റേർണൽ റോഡുകൾ പണിയണം. ഇത് മാത്രമാണോ? ഈ നുണ പറഞ്ഞ് പരത്തുക എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 299 കോടി രൂപ എന്ന് പറഞ്ഞാൽ വീടുകൾക്ക് മാത്രമാണെന്നല്ല. അത് ഈ വീടുകൾക്ക് മാത്രം 299 കോടി രൂപ കൊടുക്കുകയാണ് എന്ന് പറയുകയാണ്. 110 കോടി രൂപയാണ് വീടിന് കൊടുക്കുന്നത്, വീടിന് മാത്രം. ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്? ഒന്ന് റെസിഡൻഷ്യൽ 410, ഹെൽത്ത് ക്ലബ്ബ്, മാർക്കറ്റ്, ഫുട്ബോൾ ഗ്രൗണ്ട്, മെമ്മോറിയൽ ഹാള്, അങ്കനവാടി, പബ്ലിക് ടോയ്ലറ്റ്, ഓപ്പൺ തിയേറ്റർ, കമ്മ്യൂണിറ്റി സെൻറ്റർ, വാട്ടർ, പിന്നെ അവിടെ റിസർവോയർ 3 റിസർവോയർ. കാരണം അവിടെ വെള്ളം മലയോര മേഖലയാണ്. കാരണം മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പോണ്ട്. അവിടെ 2 റിവറുണ്ട്, അതിന് 2 പാലം. ഇതൊക്കെ ഈ 160 ഏക്കറിലാണ് ഈ പണിതുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് പിന്നെന്താണ്? ഡ്രെയിനേജ് തുടങ്ങിയിട്ട് 10 പിന്നെ STP പ്ലാന്റാണ്, 10 എണ്ണം. ഈ പറയുന്ന മുഴുവൻ ഈ സ്ലീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 10 എണ്ണമാണ്. ഇലക്ട്രിസിറ്റീൻ്റെ സബ്സ്റ്റേഷൻ 4 എണ്ണം,
10 ലക്ഷം ലിറ്റർ വാട്ടർ ടാങ്ക് മേലെ 10 ലക്ഷം ലിറ്റർ, ഈ മുഴുവൻ സംവിധാനത്തിൽ 10 ലക്ഷം ലിറ്റർ വാട്ടർ ടാങ്ക്. കാരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, എൻ്റെ വീടിരിക്കുന്ന സ്ഥലമാണ് കാരാപ്പുഴ, അവിടുന്ന് ഇവിടേക്ക് വാട്ടർ അടിച്ച് കയറ്റണം. ഈ പറയുന്നത് അത് ആരാ വെള്ളം അവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്തമേ വാട്ടർ ആർക്കുള്ളൂ? ഈ പറയുന്ന വാട്ടർ അതോറിറ്റിക്കുള്ളൂ. അവിടുന്ന് ഈ സാധനം മുഴുവൻ 2.5 കിലോമീറ്റർ ദൂരത്താണ് ടാങ്ക് ഇരിക്കുന്നത്. മലേൻ്റെ മേലെയാണ് ടാങ്ക് ഇരിക്കുന്നത്. കാരണം ഈ 410 വീട്ടിലേക്ക് വെള്ളം എത്തണ്ടേ, മലേൻ്റെ മേലെ ഇരിക്കുന്നത്. ആ 2.5 കിലോമീറ്റർ മുഴുവൻ പൈപ്പ് ലൈൻ വലിക്കണം. ഈ പറഞ്ഞ ഹൈ ടെൻഷൻ പിന്നെ ഇലക്ട്രിസിറ്റി ഇതിലേക്ക് മുഴുവൻ വലിക്കണം. ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് ഈ 160 ഏക്കർ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഞാൻ ഈ പറഞ്ഞ സാധനം എല്ലാം കൂടി എത്ര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നറിയോ? 12-13 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നിങ്ങളൊന്ന് 13 ലക്ഷം ഇൻറ്റു 299 കോടി രൂപ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, എത്ര രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് കിട്ടുന്നത്? വെറുതെ അങ്ങ് പറഞ്ഞേക്കാണ്. ഊരാളുകൾ അടിച്ചുകൊണ്ട് പോവാണ്, പറ്റിച്ചുകൊണ്ട് പോവാണ്. ഒരു മര്യാദ വേണ്ടേ? ഞാൻ ഊരാളുങ്ങളുടെ എല്ലാവരും അതിൻ്റെ MD തുടങ്ങി താഴേക്കുള്ളവരെ CEO വരെ ഞാൻ സംസാരിച്ചു. എന്താ ഇത്? അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ലോസാണ്. എന്തുകൊണ്ട് ലോസ് എന്ന് പറഞ്ഞാൽ ഈ പണി വെച്ചിട്ട് നടക്കത്തില്ല. ഈ തൊഴിലാളി 750 രൂപ ഒരു ബംഗാളിൻ്റെ കൂലിയാണെന്ന്. ഒരു 750 രൂപ 800 രൂപ ഒരു ബംഗാളിനെ കൂട്ടി 2500 വെച്ചിട്ട് നിങ്ങൾ ഒരു വർഷം കൂട്ടി 365 ഇൻറ്റു 2000 ഇൻറ്റു 750 രൂപ നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ, എത്ര രൂപ വരും നിങ്ങൾക്കറിയാം. നോർമലി ഞാൻ പറയുകയാണ്, 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. എന്നിട്ട് ഞാനിത് ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് 3 പ്രൊജക്റ്റാണ്. അതായത് 3 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് പോണ്ടിങ് ടെസ്റ്റ്. പോണ്ടിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആ വീടിൻ്റെ ഉടമസ്ഥൻ നൗഫലല്ല കേട്ടോ പോയി കാണിച്ചു കൊടുക്കുന്നത്, വെള്ളം കെട്ടിയത് അല്ല, മഴയിൽ ചോർന്നതല്ല. പോണ്ടിങ് ടെസ്റ്റ് 178 വീടിൻ്റെ മേലെ അടിച്ചു. എന്താ 178 വീടിൻ്റെ മേലെ കോളം കെട്ടി അതിൻ്റെ അകത്ത് 3 ദിവസം വെള്ളം നിറച്ചിട്ടത് എന്തിനാണ്? അത് 178 വീടിന് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആര് ചെയ്തതാ? ഊരാളുകൾ ചെയ്തതാണ്. അതിനകത്ത് 3 വീടിന്, 2 വീടാണെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞുള്ളൂ, അവിടെ 3 വീടിനുണ്ട്. 3 വീടിന് അവർക്കൊരു ചെറിയ കിനിവ് കണ്ടു. ചെറിയ കിനിവ്. ഈ കിനിവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ക്രാക്ക് എന്ന് പറഞ്ഞാൽ ക്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിള്ളലല്ല. ഇത് ഗ്രൗട്ട് സ്ട്രിങ്സ് എന്ന് പറയും. ഇത് ഗ്രൗട്ട്, നമ്മളിങ്ങനെ ഗ്രൗട്ട് അടിച്ച് മേലെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മേലെ മെഷീൻ വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു വടി വെച്ച് ഇങ്ങനെ വടിക്കും. ഒരു വടി വെച്ചുണ്ടോ, ഒരു മുഴക്കോൽ എന്ന് പറയും, ആ സാധനം വെച്ചിങ്ങനെ വടിക്കും. അതിന് മേലെ ഗ്രൗട്ടാണ് ഉണ്ടാവുക. അതിന് മേലെ ഇങ്ങനെ ഒരു എന്താണ് 8 കാലി പോലെ പൊട്ടിയ പോലെ ഇങ്ങനെ പൊട്ടലുണ്ടാവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒരു കോൺക്രീറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ 10 ദിവസം വെള്ളം കെട്ടിയിട്ടോ അല്ലെങ്കിൽ 12 ദിവസം വെള്ളം കെട്ടിയിട്ടോ അതിന് മേലെ കോൺക്രീറ്റ് ഉറക്കാൻ വേണ്ടിയിട്ട്. ഈ വീടുകളിലെല്ലാം 12 ദിവസം വെള്ളം കെട്ടിയിട്ടുണ്ട്. അതിന് ശേഷം വെള്ളം പൊളിച്ച് കളയുമ്പോൾ എന്താ പ്രശ്നം? ഇപ്രാവശ്യത്തെ ചൂട് എത്രയാണെന്ന് പറയും നിങ്ങൾക്ക്? അവിടെ 33 ഡിഗ്രി 34 ഡിഗ്രി ചൂടാ. അതിനകത്ത് പൊട്ടുന്നതാണ്. ആ പൊട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്? ഈ പോണ്ട് ടെസ്റ്റ് നടത്തിയത്. അത് നിങ്ങളാരും അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ ഏഷ്യനെറ്റ് കൊണ്ട് പഠിപ്പിച്ചതല്ല കേട്ടോ, പോണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് അല്ല. അപ്പോൾ അതിന് മേലെ വെള്ളം കെട്ടിയിട്ട് ഈ പറയുന്ന 178 വീട്ടിൽ ഈ പറയുന്ന കിനിവ് കണ്ടെത്തിയതിന് ശേഷം എന്താ ചെയ്യുന്നത്? അവർ കിനിവ് കിട്ടാൻ 2 ട്രീറ്റ്മെൻറ്റാണ്. ഈ 2 ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ട്രീറ്റ്മെൻറ്റ് 178 വീട് അവർ ചെയ്യേണ്ടതാണ്. ഈ പറയുന്ന എഗ്രിമെൻറ്റിലുള്ളതാണ്. എന്താണ്? ഒന്ന്, അതിന് മേലെ പിന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്യുക. അതിന് മേലെ എന്താണ് നമ്മുടെ ഒരു സാധനം ചെയ്യും. ആ ലീക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പറഞ്ഞുതരാം. അപ്പോക്സി ചെയ്യും. ലീക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ അപ്പോക്സി എന്ന് പറയുന്നത് വലിയ എന്നാൽ ഞാൻ ഈ പറഞ്ഞ ക്രാക്ക് ഉണ്ടല്ലോ, ക്രാക്ക് വലുതാണെങ്കിൽ അവർ 3-4 സ്ക്രൂ ഇങ്ങനെ അടിയിൽ നിന്ന് മേലേക്ക് ചെയ്തിട്ട് അതിനുള്ളിൽ ഇഞ്ചക്ട് ചെയ്തിട്ട് അതിന് മേലെ ഈ വാട്ടർ പ്രൂഫിന് മേലെ ക്രീഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറാണ്. ആ ക്രീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബേബി മെറ്റലും കൂടെ ഇട്ടിട്ട് അതിന് മേലെ 2 തുടങ്ങി 7 ഇഞ്ച് വരെ സ്ലോപ്പാണല്ലോ. തുടക്കത്തിൽ 2 ഇഞ്ചിൽ 7 ഇഞ്ച് തുടങ്ങിയിട്ട് 2 ഇഞ്ചിലേക്ക് സ്ലോപ്പ് ആക്കിയിട്ട് ക്രീഡ് എന്ന് പറഞ്ഞിട്ടൊരു കോൺക്രീറ്റ് ചെയ്യും. അത് ഈ 178 വീട്ടിലും ചെയ്യുന്നത്. അതിന് മേലെയാണ് വലിയ ബോംബും കൊണ്ട് വെച്ചിട്ട് അവിടെ വലിയ ബോംബും കണ്ടിട്ട് അതിന് മേലെ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്നത്. അത് താഴേക്കത്തെ പെയിൻറ്റിങ്ങിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞില്ലേ? കാരണം മാധ്യമപ്രവർത്തനങ്ങളിൽ ബോധം വേണ്ടേ? ഞാൻ പറയുന്നു, ഈ മുറി വൈദ്യന് ആളെ കൊല്ലും എന്ന് പറഞ്ഞ അവസ്ഥ കേട്ടിട്ടുണ്ടോ? മുറി വൈദ്യന് ആളെ കൊല്ലും. കാരണം ആൾക്കാർക്ക് ധാരണയില്ല, ഇതെന്താ ചെയ്യുന്നതിന് ധാരണയില്ല. എന്നിട്ട് അത് സർക്കാരായാലും മന്ത്രിയായാലും ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകരായാലും ഒക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തകരെ അടക്കം ഞാൻ പറയുന്നത്. ഞാൻ ഇതിന് 100% കാണാൻ ഉദ്ദേശിക്കുന്നത് ഊരാളുങ്ങളുടെ ഭാഗത്തു നിന്നിട്ടാണ്. അപ്പോൾ ഈ മുറി വൈദ്യന് ആളെ കൊല്ലുമെന്ന് പറഞ്ഞ പോലെ ഈ സാരത്തിൽ അപ്പോൾ ഇതെന്താണ്? അപ്പോൾ നിങ്ങൾ പെയിൻ്റ് അടിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്തില്ലേ എന്ന്. പെയിൻ്റ് അടിച്ചത് പിന്നെ എന്തിനാണ്? പെയിൻ്റ് അടിക്കുന്നത് പുറത്തല്ലപ്പാ ഇത് ചെയ്യുന്നത്. ഇത് മേലെ ബൂം പൈപ്പ് വെച്ചിട്ട് അതിന് മേലെ ഈ പറയുന്ന മുകൾ വശം മാത്രമാണ് ഈ ക്രീഡ് എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ അവിടെ വർക്ക്? 3 വർക്കാണ് ബാക്കി, 4 വർക്കാണ് ബാക്കിയുള്ളത്. ഞാൻ നേരിട്ടേണ്ട കാര്യം പറയുന്നത് എന്താണ്? ഒന്ന്, കോമ്പൗണ്ട് വാൾ.
കോമ്പൗണ്ടുകളുടെ കുറേ സ്ഥലത്ത് വർക്ക് കെട്ടി കയറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കല്ല് കെട്ടി കയറുകയാണ്. ഒരു എന്താ പറയുക, വീടിന് ചുറ്റും കെട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കല്ല് പണിക്കാർ നിന്ന് കല്ല് കെട്ടണം, മനസ്സിലായോ? മിഷൻ പണി ചെയ്യുന്നതല്ല, കല്ല് പണിക്കാർ മുഴുവൻ നിന്ന് കല്ല് കെട്ടി അതിന് മേലെ 4 അടിയുള്ള വാള് കെട്ടുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. രണ്ടാമത്തെ വർക്ക് എന്താ? ഇൻ്റർലോക്ക് ഇടണം. പല വീടുകളുടെ മുന്നിൽ ഇൻ്റർലോക്ക്, അതായത് ഇൻ്റർലോക്ക് അടക്കം ഈ വീടിൻ്റെ കൂടെയുള്ളതാണ്. ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് പിന്നെ ഇലക്ട്രിസിറ്റി വയറിങ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. വയറിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഈ ബോർഡ് ഉണ്ടല്ലോ, ഏത് സ്വിച്ച് ബോർഡ് അയച്ചിട്ടിരിക്കുകയാണ്. എല്ലാ സ്വിച്ച് ബോർഡും അയച്ചിട്ടിരിക്കുക. എന്തിനാണ് ഈ സ്വിച്ച് ബോർഡ് അയച്ചിരുന്നത്? ഈ HD കണക്ഷനിൽ വന്ന കറണ്ട് ഇതിനകത്ത് വരുമ്പോൾ എവിടെയെങ്കിലും പ്രശ്നം, നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണല്ലോ ചെയ്യുക. കാരണം എല്ലാം ക്ലീൻ ആയ ശേഷം മാത്രമേ സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്ത് അവസാനിപ്പിക്കുകയുള്ളൂ. അത് അടച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുക. സ്വിച്ച് ബോർഡ് അയച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നതെന്ന് അറിയോ? ഇലക്ട്രിസിറ്റി വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇലക്ട്രിസിറ്റി മുഴുവൻ കഴിഞ്ഞു. ഇനി ആ കറണ്ട് കണക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ ഇത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇലക്ട്രിസിറ്റിയുടെ വർക്കിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ആ സ്വിച്ച് ബോർഡ് അയക്കാണ്ട് വാട്ടറിൻ്റെ പ്രശ്നം വർക്ക് മുഴുവൻ കഴിഞ്ഞു. ടോയ്ലറ്റിന് മുഴുവൻ കഴിഞ്ഞു. പിന്നെ എന്താണ്? എല്ലാം കോമൺ ആണ്. വാട്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന 9 ലക്ഷം ലിറ്ററിൽ നിന്ന് എല്ലാവർക്കും ഒരേപോലെയാണ് വാട്ടർ വരുന്നത്. അതിന് എല്ലായിടത്തും ഓരോ പൈപ്പിൽ 5 ലൈനും 6 ലൈനും കണ്ടാണ്ടിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ വാൽവ് കൊടുത്തേക്കാണ്. നിങ്ങൾക്ക് 150 വീട്ടിലേക്കുള്ള വെള്ളത്തിന് ഒരു വാൽവ്. ആ 150 വീട്ടിലേക്കുള്ള വാൽവിലേക്ക് വെള്ളം തുറന്നാൽ ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജിലേക്കുള്ള വെള്ളം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വാൽവ് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ HD കണക്ഷൻ ഈ പറഞ്ഞ 175 വീട്ടിലേക്കാണ്. ഞാൻ ദയവ് ചെയ്ത് പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? ദയവ് ചെയ്ത് സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഈ ഊരാളെങ്കിൽ ഒരു 10-20 ദിവസം കൊടുക്ക്. അവർ വൃത്തിയായിട്ടതല്ല 10-20 ദിവസം നിങ്ങൾ ഇപ്പം ചെന്ന് പറയും. ഇപ്പം പ്രഷർ ചെയ്യുകയാണെന്നേ. എന്തിന്? ഈ ഊരാളുങ്കലിനോട് പറയുകയാണ് ഇവർക്ക് ഇത്രേ സമയം കിട്ടിയിട്ടുള്ളൂ. ഇന്ന് വയനാട്ടിൽ മഴയാണ്. ഇനി 3 ദിവസം അവിടെ പണി നടക്കില്ല. 3 ദിവസം അവിടെ പണി നടക്കത്തില്ല. ഈ 3 ദിവസം ഇവരെന്താ ചെയ്യുക? എന്നിട്ട് ഇത് ഇനി മാറ്റി പറയേണ്ടി വരില്ലേ? നിങ്ങൾക്ക് എന്താ ഇപ്പം മെയ് 30 ഏപ്രിൽ 30 കൊടുക്കുന്നത് മെയ് 30 കൊടുക്കണമെന്ന് വിചാരിച്ച് എന്ന് തലയിടിഞ്ഞ് വീഴുന്നില്ല. നിങ്ങൾ ജൂൺ വരെ ഈ പറയുന്ന ദുരന്തബാധിതർക്ക് എല്ലാം പണം കൊടുക്കുന്നുണ്ട്, അല്ലേ? എല്ലാം പണം കൊടുക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ചെയ്യുന്ന പണി എന്താ അറിയോ? ഈ വാർത്തയാണ്. എനിക്കൊരു ചെറിയ അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാറുണ്ട് സാറേ. എനിക്കിത് നേരിട്ട് മാധ്യമങ്ങൾ ചെയ്യുന്നൊരു പണി ചില്ലറ പണിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ മെസ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് സ്റ്റേഡിയം ഇല്ലല്ലോ കൊച്ചിയിൽ, ഒരു സ്റ്റേഡിയം വേണം. ഞാൻ സ്റ്റേഡിയം ഏറ്റെടുത്ത് പണി തുടങ്ങാം എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മനസ്ഥിതിക്ക് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് സ്റ്റേഡിയം പണിയാം എന്ന് വിചാരിച്ചതാണ്. സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്ത നെക്സ്റ്റ് ഡേ തുടങ്ങിയിട്ട് പത്രക്കാർ വന്നിട്ട് ഇതെന്താ മാറ്റാത്തെ, ഇതെന്താ പൊളിക്കാത്തെ, ഇതെന്താ ചെയ്യാത്തെ, ഇത് പൊളിച്ചില്ലല്ലോ, ഇത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ, മതിലിങ്ങനെ പണിയുന്നുണ്ടോ, മതിലിങ്ങനെ പണി. നെക്സ്റ്റ് ഡേ തുടങ്ങി സമാധാനം എന്ന് പറഞ്ഞ സാധനം തന്നിട്ടില്ല. സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നെ ഇല്ലാത്ത വാർത്ത മുഴുവൻ ഇടിച്ച് പൊളിച്ച് ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു അവിടെ. ആ ഗേറ്റിൽ ഒരു രാത്രി റോളർ വന്ന് തട്ടി, അത് മറിഞ്ഞു വീഴും. പിറ്റേ ദിവസം മെയിൻ വാർത്തയാണ്, പിന്നെ റിപ്പോർട്ടർ TV പണിതാ ഗേറ്റ് മറിഞ്ഞു വീണിരിക്കുന്നു. എന്നാൽ രാത്രി റോളർ ഇടിച്ചിട്ട് പോയതാണ്. പിറ്റേ ദിവസം രാവിലെ അത് മറിഞ്ഞു വീണു. ഇത് സമാധാനം എന്ന് പറഞ്ഞ സാധനം തന്നിട്ടില്ല. ഞാൻ സ്റ്റേഡിയം ഏറ്റെടുക്കുമ്പോഴുണ്ടല്ലോ ISL കേരളത്തിൽ കളിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല കൊച്ചിയിൽ. എന്താ കാരണം? സ്റ്റേഡിയം മോശമാണെന്ന് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ എഴുതി കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒഴിവാക്കി, കളിക്കാൻ പറ്റില്ല, കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ഇന്ന് 9 കളി കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി. കൊച്ചി സ്റ്റേഡിയത്തിലെ ഇൻ്റർനാഷണൽ മത്സരം നടത്താൻ FIFA അനുമതി ഉണ്ടായിരുന്നില്ല. ഒരു കളി ഇൻ്റർനാഷണൽ മാച്ച് കഴിഞ്ഞ 31 കൊച്ചി സ്റ്റേഡിയത്തിൽ കഴിഞ്ഞു. ഞാൻ എടുക്കാത്ത സ്ഥലമായിരുന്നു ഏറ്റവും ടോപ്പിൽ പിന്നെ റൂഫ്. ഞാൻ തൊട്ടിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അത് ലീക്കായി എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്റ്റേഡിയത്തിൽ വെള്ളം ലീക്കായി. ഇതാണോ നിങ്ങൾ ഇൻ്റർനാഷണൽ മത്സരം? കാരണം അത് ഓപ്പൺ സ്റ്റേഡിയമാണ്. മേലെ നിന്ന് വെള്ളം വീണാൽ സ്റ്റേഡിയത്തിൽ വെള്ളം വീഴും. സ്റ്റേഡിയം അടച്ചു കെട്ടിയ സ്റ്റേഡിയം അല്ലല്ലോ. അവിടെ ഞാൻ തൊട്ടിട്ടില്ല. ആ സ്ഥലത്ത് തൊടാത്തതിന് എന്നെ എന്ത് ചെയ്തു? ആ മാസങ്ങളും ആഴ്ചകളും മുഴുവൻ ഇട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ ഇത്. ഇന്ന് എനിക്കൊരു അഭിമാനത്തോട് കാര്യമുണ്ട്. കേരളത്തിലെ പ്രധാനമന്ത്രി പരിപാടി നടത്തി ആ സ്റ്റേഡിയത്തിലില്ല. ഇന്ത്യയിൽ പ്രധാനമന്ത്രി വന്ന് പരിപാടി നടത്തിയത് ആ സ്റ്റേഡിയത്തിന് മുമ്പിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പരിപാടി ആ സ്റ്റേഡിയത്തിലാണ്. കോൺഗ്രസ്സുകാരെ പരിപാടി നടത്തി ആ സ്റ്റേഡിയത്തിനുള്ളില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. സ്റ്റേഡിയത്തിന് മതിലായി, പരിപാടിയൊക്കെ കഴിഞ്ഞു, ലൈറ്റായി, പിന്നെന്താണ് എല്ലാ ISL നടക്കുമ്പോഴും ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഇന്നലെ ISL നടന്നു, കഴിഞ്ഞ ആഴ്ച ISL നടന്നു, അതിന് മുമ്പത്തെ ആഴ്ചയായിരുന്നു. ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അരുൺ സാർ നേരത്തെ പറഞ്ഞില്ലേ, ക്രാക്കാണോ വരയാണെന്നെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ? ഇത് ക്രാക്കല്ല, ഇത് വരയാണ് എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയേണ്ടത്. അതിന് പകരം എന്താ അറിയോ? ഇതുകൊണ്ട് ഇവിടെ ക്രാക്ക് വീണു, വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിക്കുക. സ്മൃതി മാഡത്തെ കുറിച്ചിട്ട് പിന്നെ ഭയങ്കര അറ്റാക്കാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ റവന്യൂ മന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും പറഞ്ഞതാണ് ഈ പറഞ്ഞ വിഷുവിന് മുമ്പിൽ വീട് കൊടുക്കും എന്നുള്ളത്. വീട് കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവർ തന്നെയാണ്. വീട് കൊടുത്തിട്ടില്ല. പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളും പ്രതിപക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്നതും പറയുന്നതും വീട് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്.
മനസ്സിലായോ? അതില്ലാതെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വീട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വീട് കൊടുത്തിട്ടുണ്ട് എന്ന് വരുത്തണ്ട. പിന്നെ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ട് അല്ല എന്നും പറയാൻ നിൽക്കണ്ട. ഇത് ഇലക്ഷൻ സ്റ്റണ്ട് തന്നെയാണ്, ഇലക്ഷൻ തന്നെയാണ്. എന്തിനാണ് കോൺഗ്രസ് ആ ഇലക്ഷൻ്റെ തലേ ദിവസം പോയി സ്ഥലം രജിസ്റ്റർ ചെയ്തത്? സ്ഥലമില്ലാത്ത സ്ഥലം ഞങ്ങൾ പണി തുടങ്ങി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്തിനാ? അവരെ സംബന്ധിച്ചോ അതിൽ ഇലക്ഷൻ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ വിഷയം ചർച്ചയാവാൻ പാടില്ല. CPM സംബന്ധിച്ചോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ വീട് കൊടുക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. അവർക്ക് ആൾക്കാർ പട്ടയമെങ്കിലും കൊടുത്തു എന്ന് കൊടുക്കണം. അതൊരു ഇലക്ഷൻ സ്റ്റാൻഡേർഡാണ്. അതില്ല എന്ന് വലിയവായി ന്യായീകരിക്കുകയും വേണ്ട. അത് ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അതിന് റിപ്പോർട്ടർ TV എഡിറ്റോറിയൽ മെമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട കമ്പനികൾ എഴുതി വിടുകയാണ്, അടിയാണ്. മിണ്ടിയിട്ട് 3 ദിവസമായി. അരുൺ സ്മൃതിയുമായി മീറ്റ് അടിച്ച് പങ്കെടുക്കാതെ 4 ദിവസം പുറത്തു പോയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒരു മര്യാദയില്ലാത്ത രീതിയിൽ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ അറിയോ, ഞാൻ ഈ വയനാട്ടിലെ കുറിച്ച് വികാരമാകും. കാരണം ഞാനിത് നേരിട്ട് കണ്ട ആളാണ്. ഈ എഡിറ്റോറിയൽ ഒരു അഭിമാനത്തോടു കൂടി പറയാം, കേരളത്തിലെ റിപ്പോർട്ടർ TVക്കുള്ള 39 യൂണിറ്റും കേരളത്തിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനേ പോയിട്ടുള്ളൂ. അത് വയനാട് ദുരന്തമാണ്. റിപ്പോർട്ടർ TV MD ആയ ഞാൻ മലേൻ്റെ മേലെ ഒരു ദിവസം മുഴുവൻ ഇരുന്നു, രാത്രി മുഴുവൻ. മനസ്സിലായില്ലേ? അവിടെ ആ ബോഡി കൊണ്ടിരുന്നതിനും എന്നെ കൊണ്ട് ചെയ്യാനും റിപ്പോർട്ടർ TVയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. രാത്രി 11 മണിക്ക് മീറ്റ് ഡേസ് കഴിയുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് അരുൺകുമാർ ഈ ഷോയിൽ ഇരുന്നിട്ട് പിറ്റേ ദിവസം രാത്രി 11 മണിക്കാണ് ഈ ഷോയിൽ നിന്ന് ഇറങ്ങുന്നത്. അന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യം വിളിച്ചത് റിപ്പോർട്ടർ TVനെയാണ്. റിപ്പോർട്ടർ TVനെയാണ് വിളിച്ചിട്ട് റിപ്പോർട്ടർ TVയാണ് അന്ന് ആ റിസോർട്ടിൽ കുടുങ്ങിയിരിക്കുന്ന 29 പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഇവിടെ ഇരുന്ന് ചെയ്തത്. ഇത് എന്താ റിപ്പോർട്ടർ TV ഒന്നും ചെയ്തിട്ടില്ല. റിപ്പോർട്ടർ TVക്ക് എന്തോ വലിയ അജണ്ടയുണ്ട്. ഒരജണ്ടയില്ല. അജണ്ട എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേപടി എന്താണ്, സത്യമാണെങ്കിൽ സത്യം, എതിരാണെങ്കിൽ എതിരെ എന്നുള്ളതാണ്. അതിന് റിപ്പോർട്ടർ TV കുറേ പേര് വന്ന് കോൺഗ്രസിൻ്റെ ആൾക്കാർ ഇത് തിരുത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതി ആൾക്കാർ കോൺഗ്രസിൻ്റെ ആൾക്കാർ, പകുതി അത് CPM ആൾക്കാരല്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണ്ടേ? ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്ന ഡിബേറ്റിൽ കൂടെയാണ്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം റിപ്പോർട്ടർ TV അന്ന് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാം ഇന്നും ഈ പ്രോഗ്രാം ഹിറ്റാകുന്നത്. എന്തുകൊണ്ടാണ്? ആൾക്കാർക്ക് കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഈ ഷോ കണ്ടാൽ മതി എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്ര നീറ്റായിട്ട് വൃത്തിയായിട്ടാണ് പോകുന്നത്. ഒറ്റ കാര്യം കൂടെ പറയാം. എന്താണ്, ഈ മിനിസ്റ്റർ വൈകാര്യമായി പെരുമാറുന്നുണ്ട്, വൈകാര്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ എന്താണ്, കൺസ്ട്രക്ഷൻ ചെയ്യുന്നവർ കൺസ്ട്രക്ഷൻ്റെ പണി ഏൽപ്പിക്കണം. മനസ്സിലായി? പ്ലാൻ വരയ്ക്കുന്ന പണി ഏൽപ്പിക്കണം. മന്ത്രി എടുക്കുന്നത് മന്ത്രിൻ്റെ പണിയെടുക്കണം. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ഒരു മന്ത്രി ഇടപെട്ടത് ഞാൻ കണ്ടിട്ടില്ല. അവിടുത്തെ ഒരു കലക്ടറുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇപ്പം അവർക്ക് മാസബത്ത കൊടുക്കേണ്ട ദിവസമല്ലേ? ആ മാസബത്ത കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഇന്നാണ് കൊടുത്തോണ്ടിരിക്കുന്നത്, ഇന്നലെ കൊടുത്തോണ്ടിരിക്കുന്നത്. 10 ദിവസം മുടങ്ങിയത് ആ കളക്ടറുടെ വീഴ്ചയാണ്. ഞാൻ പറയുന്നത് അറിയോ? അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു മന്ത്രിക്ക് ചെയ്യുന്നതിന് പരിധിയുണ്ടല്ലോ. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ചെയ്യുന്നതിന് പണിയുണ്ട്. ഇന്ന് ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? ഇന്ന് ചെയ്യേണ്ട പണി ആ ഊരാളുങ്കലിൽ കേരളത്തിൽ, ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഊരാളുങ്കൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് കമ്പനി BMK, അവരെ വിളിച്ച് ഊരാൾ കമ്പനി ചോദിക്കുക നിങ്ങളുടെ പണിക്കാരെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. അത് വേറൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. കാരണം പണിക്കാരെ കിട്ടാനില്ല കേരളത്തിൽ ഈ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാതെ ഒരു 10-20 ഏപ്രിൽ 30 അല്ലേ, ഞാൻ രാഷ്ട്രീയമൊക്കെ വിടുന്നേ, രാഷ്ട്രീയം ഏപ്രിൽ 30 ആണല്ലോ, നിങ്ങൾ മെയ് 30 വരെ കൊടുക്കൂ ഊരാളുങ്കലിന്. മെയ് 30 ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാർ തന്നെ ചെയ്തതാണ്. എനിക്ക് ഉറപ്പുണ്ട് വയനാട് ജില്ലയിൽ വേണ്ട മലബാറിൽ ഇത്രയും വൃത്തിയുള്ളൊരു സ്ഥലം കണ്ടെടുക്കാൻ ഈ പിണറായി വിജയൻ സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ആ സ്ഥലത്ത് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വിലയുണ്ടെന്നാണല്ലോ പറയുന്നത്. ഒരു സെൻറ്റിന് 10 ലക്ഷം രൂപ വിലയുണ്ടെന്ന് വെച്ചിരിക്കണം, പറയുന്നത് 10 ലക്ഷം രൂപയല്ലേ? അപ്പോൾ ഒരേക്കർ സ്ഥലത്തിന് എത്രയായി? 10 കോടി രൂപ വിലയായില്ലേ? 160 ഏക്കർ സ്ഥലം എടുക്കാൻ വേണ്ടി എത്ര പൈസ വേണം? ഏറ്റവും കുറഞ്ഞ എത്ര? 160 കോടി വേണ്ടേ? 40 കോടി രൂപയ്ക്ക് ഈ സർക്കാരിനോട് കേസ് കളിച്ച് ആ കൽപ്പറ്റ ടൗണിലെ സ്ഥലം 100 കോടി രൂപയ്ക്ക് 200 കോടിക്ക് 300 കോടിക്ക് സാധാരണ കച്ചവടക്കാരോടെ മേടിക്കും. ആ സ്ഥലം 40 കോടി രൂപയ്ക്ക് ഇവർക്ക് കിട്ടിയില്ലേ? ആ കാണിച്ച ഇശാക്തി പിണറായി വിജയൻ സർക്കാരിൻ്റെയാണ്. അതൊന്നും ആരും എടുത്തിട്ട് പോകാൻ പോകുന്നില്ല. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും പിണറായി വിജയൻ തന്നെ കണ്ടിന്യൂ ചെയ്താലും കോൺഗ്രസ് ആയിട്ട് മലയാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. മലയാളിക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. Meet the editors.